ഈ അസിഡിറ്റിയാണ് മനുഷ്യ ശരീരത്തിലെ 99% രോഗങ്ങൾക്കും കാരണം. ഫാറ്റി ലിവർ ഗ്രേഡ് 1 വന്നു കഴിഞ്ഞാൽ മോഡേൺ സയൻസ് ആശുപത്രി ചെന്നാൽ ഇതെല്ലാവർക്കും കൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നാളെ അത് ഗ്രേഡ് 2 ആണ്. അത് കഴിഞ്ഞാൽ അത് ലിവർ സിറോസിസ് ആണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കരമാണ് ഇപ്പൊ. അപ്പൊ അതും ഈ സൂര്യപ്രകാശം കൊള്ളാത്തതിന്റെ ഒക്കെ ഒരു കൊള്ളാഞ്ഞിട്ടല്ല, ത്വക്ക് രോഗം കൊണ്ടാണ്. ത്വക്ക് രോഗവും ലിവർ രോഗമാണ് ഡിയുടെ ഡെഫിഷ്യൻസിക്ക് കാരണം. ഈ സൂര്യപ്രകാശം ഇന്നത്തെ സമയത്തിൽ ഇത് മതി. അതിൽ നിന്ന് ഡി ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് അറിയാം. വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇതുപോലെയുള്ള നമ്മുടെ മേഖലകളിൽ. ഇനി ഇത് പോളാർ റീജിയൻസിൽ സൂര്യപ്രകാശം ഇല്ലാത്തിടത്ത കാര്യമല്ല. സൂര്യപ്രകാശം സുലഭമായ നമ്മുടെ നാട്ടിൽ സൂര്യപ്രകാശം ഇവിടെ ഉണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ ശരീരം ഉൽപ്പാദിപ്പിക്കേണ്ടത് സൂര്യപ്രകാശത്തിൽ നിന്നാണെന്ന് പറയാം. ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അത് ത്വക്കിന്റെ രോഗമായിട്ട് കണക്കാക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ഇനി ഗുളിക കഴിച്ചാലോ, ഗുളിക കഴിച്ചാൽ അത് പ്രോസസ് ചെയ്യേണ്ടത് ലിവറാണ്. ലിവർ പ്രോസസ് ചെയ്താലേ ഡി ശരീരത്തിന് എടുക്കാൻ പറ്റൂ. ലിവർ കംപ്ലീറ്റ് മനുഷ്യരുടെ ലിവർ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലം ആയിട്ടിരിക്കുക. അത് ഈ ഗുളിക കഴിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രശ്നം പരിഹരിക്കില്ല. ത്വക്ക് രോഗം വിയർക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ത്വക്കിൻ്റെ ഹെൽത്ത് നിലനിർത്താൻ ആവശ്യമായ HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ പഠിക്കുക. അത് നിലനിർത്തി ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യുക. ലിവറിന് ഹാനികരമായിട്ടുള്ളതൊന്നും ഫാറ്റി ലിവർ വളരെ കോമൺ ആണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണതല്ലേ. ഫാറ്റി ലിവർ ഗ്രേഡ് 1 വന്നു കഴിഞ്ഞാൽ മോഡേൺ സയൻസ് ആശുപത്രി ചെന്നാൽ ഇതെല്ലാവർക്കും കൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നാളെ അത് ഗ്രേഡ് 2 ആണ്. അത് കഴിഞ്ഞാൽ അത് ലിവർ സിറോസിസ് ആണ്. ലിവർ പ്രോബ്ലം. ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ലാത്ത, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത മനുഷ്യർ ലിവർ സിറോസിസും ഫാറ്റി ലിവറുമായിട്ട് വരുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം? ത്വക്ക് രോഗം നന്നായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ നിരന്തരം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലെ കീടനാശിനി, ഇത് ശരീരത്തിനുള്ളിൽ ഒരു വിഷം ചെന്നാൽ, ഒരു മായം ചേർന്ന സാധനം ചെന്നാൽ അതിനെ നിർവീര്യമാക്കേണ്ടത് ലിവറാണ്. ആ ലിവറിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്രമാത്രം ക്വാണ്ടിറ്റി കീടനാശിനിയുടെ അംശം ചെല്ലുന്നുണ്ട്, മായം ചേർന്നത് കണ്ടു ചെല്ലുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള സാധനം ചെല്ലുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് ചെല്ലുന്നുണ്ടെന്ന് നോക്കണ്ടേ. ലിവർ എടുത്ത് പരിശോധിച്ചാൽ പോരെ, ലാബിൽ പരിശോധിച്ചാൽ മതി, മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ലിവറും കിഡ്നി എടുത്ത് ഇപ്പോൾ ഇത് രോഗം വന്ന് മരിക്കുന്നു, കിഡ്നി രോഗം വന്ന് ലിവർ രോഗം വന്ന് മരിക്കുന്നു. അവരുടെ കിഡ്നിയും ലിവറും എടുത്ത് ലാബിൽ പരിശോധിക്കാൻ, പോസ്റ്റ്മോർട്ടം നടത്തിയെടുത്ത് പരിശോധിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അത് പരിശോധിച്ചാൽ അതിന് എന്തുമാത്രം കീടനാശിനി അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിടികിട്ടും. അപ്പൊ മനസ്സിലാകും എന്താണ് ഇതിന്റെ റീസൺ. ഇപ്പൊ ഈ അസിഡിറ്റിക്ക് കാരണങ്ങൾ ഉണ്ടാവില്ല, ഫുഡ് മാത്രം ആയിരിക്കത്തില്ലല്ലോ. ഇപ്പം ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ വ്യായാമക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അസിഡിറ്റി വരാനുള്ള കാരണം, അസിഡിറ്റി വരാനുള്ള മെയിൻ കാരണങ്ങളൊന്ന് മലബന്ധം. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ട്. വിയർപ്പ് കുറവ്, വിയർക്കാതിരുന്നാൽ അസിഡിറ്റി ഉണ്ടാകും. ടെൻഷൻ, അസിഡിറ്റി ഉണ്ടാകും. ഉറക്കം നിന്നാൽ അസിഡിറ്റി ഉണ്ടാകും. ഭക്ഷണം വേറെ, പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ, പ്ലാന്റ് പ്രോട്ടീൻ കൂടുതൽ കൺസ്യൂം ചെയ്താൽ അസിഡിറ്റി ഉണ്ടാകും. ഫുഡ് കോമ്പിനേഷൻ തെറ്റിയാൽ അസിഡിറ്റി ഉണ്ടാകും. ഈ അസിഡിറ്റിയാണ് മനുഷ്യ ശരീരത്തിലെ 99% രോഗങ്ങൾക്കും കാരണം. 99% രോഗങ്ങൾക്കും കാരണം അസിഡിറ്റിയാണ്. ആ അസിഡിറ്റി മാറ്റാനുള്ള നടപടികളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് അസിഡിറ്റി മാറ്റും, പിന്നെ പോഷണക്കുറവുണ്ടെങ്കിൽ അത് കൊടുക്കും. അസിഡിറ്റി മാറ്റാൻ ആൽക്കലൈൻ കൊടുക്കും. ആൽക്കലൈൻ കൊടുത്ത് അസിഡിറ്റി മാറ്റും. മലബന്ധം ഉണ്ടെങ്കിൽ മാറ്റും. വിയർക്കാത്തവരെ വിയർപ്പിക്കും. ഉറക്കം നിന്നവരുണ്ടാകുന്ന അസിഡിറ്റി മാറ്റാൻ കുക്കുംബർ തീറ്റിക്കും. ടെൻഷൻ ഉള്ളവർക്ക് റിലാക്സിങ് മെത്തേഡ് കൊടുക്കും.